empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രഷില്ല പ്രോഗ്രാമിൻ്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് പഴയ നിയമത്തിലെ ജോഷുവയുടെ പുസ്തകത്തിൽ നമ്മൾ പരിചയപ്പെടുന്ന റാഹാബിനെ കുറിച്ചായിരുന്നു. സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരുന്നിട്ടും യാതൊരു സാധ്യതയും ഇല്ലാതിരുന്നിട്ടും ഇസ്രായേലിന്റെ ദൈവത്തിൽ അഭയം പ്രാപിച്ച് രക്ഷ പ്രാപിച്ചവളായിരുന്നു റാഹാബ്. വിലയില്ല എന്ന് ലോകം മുഴുവൻ വിളിച്ചു പറഞ്ഞപ്പോഴും ഒറ്റപ്പെട്ട ഒരു ജീവിതത്തിനിടയിലും തനിക്ക് വില നൽകിയവനെ തിരിച്ചറിഞ്ഞവളായിരുന്നു റാഹാബ്. അവൾ എപ്രകാരമാണ് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ തന്നെയും നമ്മളുടെ ഓരോരുത്തരുടെയും പരിചയത്തിലേക്ക് എപ്രകാരമാണ് കർത്താവ് അവളെ ഉയർത്തിയത് എന്ന് നമ്മൾ കണ്ടു. സങ്കീർത്തകനായ ദാവീദ് 62-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടുന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്. ദാവീദ് രാജാവ് ഒത്തിരിയേറെ സാധ്യതകളുള്ള സമ്പത്തുള്ള രാജാവായിരുന്ന ദാവീദ് പറയുകയാണ്, ദൈവത്തിൽ മാത്രമാണ് എൻ്റെ ആശ്രയമെന്ന്, അവിടുന്നാണ് എനിക്ക് ആശ്വാസം നൽകുന്നതെന്ന്. ഇത് തന്നെയല്ലേ റാഹാബിന്റെ ജീവിതവും നമ്മളോട് വിളിച്ചു പറയുന്നത്? ആ ജെറീക്കോ പട്ടണത്തിന്റെ ആ ഒരു കോട്ടയുടെ സുരക്ഷയോ ആ രാജാവിന്റെയോ സൈന്യത്തിന്റെയോ ശക്തിയോ ഇതൊന്നും ആയിരുന്നില്ല. റാഹാബിന്റെ ഏക ആശ്രയം ഇസ്രായേലിന്റെ ദൈവത്തിലായിരുന്നു. ആ ദൈവത്തിലാണ് അവൾ അഭയം പ്രാപിച്ചത്. അതാണ് അവൾക്ക് രക്ഷയായി തീർന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിൽ പരിപൂർണമായും ആശ്രയിക്കാനായി നമുക്ക് ഒരുങ്ങാം. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ നിത്യരക്ഷയിലേക്ക് നയിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ജീവിതത്തിലെ എന്ത് സാഹചര്യമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും കർത്താവാണ് എൻ്റെ ആശ്രയം എന്ന് പറയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ആ ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷയെ കർത്താവിന് നമുക്ക് ഭരമേൽപ്പിക്കാം. കർത്താവ് നമ്മ ഓരോരുത്തരോടും പറയുന്ന കാര്യങ്ങൾ തിരിച്ചറിയുവാൻ, അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിനെ നമുക്കൊന്ന് ചേർന്ന് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തെല്ലാമെന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. ഞങ്ങളെ ഏറ്റു പറയുന്ന കർത്താവേ, എല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മിസ്രയീം വിട്ടതിൽ ഖേദിപ്പാനില്ലൊന്നും ആശ്വാസദേശമൻ മുൻപിലുണ്ട്. കൈകൊണ്ടു തീർക്കാത്ത വീടുകൾ മേടകൾ ഒക്കെയും വാഗ്ദത്ത നാട്ടിലുണ്ട്. ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് തന്നെ വന്നാലും കർത്താവേ, ഞങ്ങൾ അങ്ങേ മാത്രം പിൻപറ്റുമെന്ന് ഞങ്ങൾ ഏറ്റു പറയുകയാണ്. അങ്ങയുടെ വാഗ്ദാനങ്ങളിലേക്ക്, അങ്ങ് നൽകിയിരിക്കുന്ന ഉറപ്പിലേക്ക് ഞങ്ങൾ നോക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. സ്വർഗീയമന്നായി കൊണ്ടു തൻ ദാസരെ പോറ്റി പുലർത്തിയോൻ കൂടെയുണ്ട്. പാറയിൽ നിന്നുള്ള ശുദ്ധജലം കൊണ്ടു ദാഹം ശമിപ്പിച്ചോൻ കൂടെയുണ്ട്. കാക്കയെ കൊണ്ടു തൻ ദാസനെ പോറ്റുവാൻ ശക്തനായി തീർന്നവൻ കൂടെയുണ്ട്. എന്നെ വിളിച്ചവൻ, എന്നെ രക്ഷിച്ചവൻ എന്നാളും എന്നോടു കൂടെയുണ്ട്. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. സന്തോഷമായി ഞാൻ
യാത്ര ഈശോയെ ചെയ്യും. നന്ദി ഈശോയെ. ഹല്ലേലൂയ ഹല്ലേലൂയ. മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ രീതിയിൽ ഞങ്ങളെ വഴി നടത്തുന്ന കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി ഈശോയെ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, കർത്താവിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ലോകത്തിലെ ആരുടെയും ഒന്നിൻ്റെയും ഇഷ്ടത്തിന് പുറകെ പോകാതെ കർത്താവിനെ മാത്രം പ്രീതിപ്പെടുത്തി ജീവിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, ആ ഒരു കൃപ ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുവാനായി അമ്മയെ പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, തിരുകുടുംബത്തിന്റെ പാലക, ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ കർത്താവ് നേടിത്തന്ന രക്ഷയെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ജീവിതങ്ങളായി മാറുവാൻ ഔസേപ്പ് പിതാവേ പ്രാർത്ഥിക്കണമേ. നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്നു മുതൽ നമ്മൾ പഠിക്കാനും ചിന്തിക്കാനും ഒക്കെയായി പോകുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ലയയെ കുറിച്ചാണ്. നമുക്കറിയാം, അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്ന് നമ്മൾ പല തവണ കേട്ടിട്ടുള്ളതാണ്. അവരെക്കുറിച്ച് നമ്മൾ ഒത്തിരി പഠിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ യാക്കോബിൻ്റെ ഭാര്യയായ ലയയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. നമുക്ക് വചനഭാഗത്തേക്ക് കടന്നു വരാം. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് ഇസ്ഹാക്ക് തൻ്റെ മകനായ യാക്കോബിനെ വിവാഹപ്രായമായപ്പോൾ ഒരു വധുവിനെ കണ്ടുപിടിക്കാനായി പറഞ്ഞയക്കുന്ന ഒരു ഭാഗമാണ്. 28-ാം അധ്യായം 1-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇസ്ഹാക്ക് യാക്കോബിനെ വിളിച്ച് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു. ഇസ്ഹാക്ക് യാക്കോബിനെ വിളിച്ച് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, കാനാന്യ സ്ത്രീകളിൽ ആരെയും നീ വിവാഹം കഴിക്കരുത്. കർത്താവിന്റെ നിയമം കൃത്യമായി അറിഞ്ഞിരുന്ന ഇസ്ഹാക്ക് തന്റെ പുത്രന് വേണ്ടുന്നതായ ഉപദേശങ്ങൾ നൽകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. കാനാന്യ സ്ത്രീകളിൽ നിന്ന് ആരെയും നീ വിവാഹം കഴിക്കരുതെന്ന് പറഞ്ഞ് ഇസ്ഹാക്ക് തന്റെ ഭാര്യ റെബേക്കയുടെ ഭവനത്തിലേക്ക് പാദാൻ ആരാമിലേക്ക് യാക്കോബിനെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ പാദാൻ ആരാമിൽ തൻ്റെ അമ്മയായ റെബേക്കയുടെ വീട്ടിൽ ബെത്തുവേലിന്റെ വീട്ടിലേക്ക് യാക്കോബ് എത്തിച്ചേരുകയാണ്. ആ ഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നത് 29-ാം അധ്യായം 13-ാം തിരുവാക്യത്തിലാണ്. തന്റെ സഹോദരിയുടെ പുത്രനായ യാക്കോബിന്റെ വാർത്ത കേട്ടപ്പോൾ ലാബാൻ അവനെ കാണാൻ ഓടിയെത്തി. അവൻ യാക്കോബിനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. യാക്കോബ് വിവരങ്ങളെല്ലാം ലാബാനോട് പറഞ്ഞു. അങ്ങനെ തന്റെ പിതാവായ ഇസ്ഹാക്ക് നിർദ്ദേശിച്ച പ്രകാരം അമ്മയായ റെബേക്കയുടെ വീട്ടിൽ യാക്കോബ് എത്തിച്ചേരുകയാണ്. റെബേക്കയുടെ സഹോദരൻ ലാബാനെ കണ്ടുമുട്ടുകയാണ്. അവിടെ 1 മാസത്തോളം യാക്കോബ് താമസിക്കുന്നുണ്ട്. അതിനുശേഷം ലാബാൻ വന്ന് യാക്കോബിനോട് ഒരു കാര്യം പറയുകയാണ്. നമുക്ക് 29-ാം അധ്യായം അവിടെ 15-ാം തിരുവാക്യം ഒന്ന് ശ്രദ്ധിക്കാം. ഒരു ദിവസം ലാബാൻ യാക്കോബിനെ വിളിച്ചു പറഞ്ഞു, നീ എന്റെ ചാർച്ചക്കാരനാണെന്ന് കരുതി എനിക്ക് വേണ്ടി എന്തിന് വെറുതെ പണിയെടുക്കുന്നു? നിനക്ക് എന്ത് പ്രതിഫലം വേണമെന്ന് പറയുക. ഇപ്രകാരം ഒരു കാര്യം ലാബാൻ യാക്കോബിനോട് ചോദിച്ചപ്പോൾ യാക്കോബിന് കൃത്യമായി അതിനുള്ളൊരു ഉത്തരമുണ്ടായിരുന്നു. 16-ാം വാക്യത്തിൽ തിരുവചനം എഴുതി വെച്ചിരിക്കുകയാണ്, ലാബാന് 2 പുത്രിമാരുണ്ടായിരുന്നു. മൂത്തവളുടെ പേര് ലയ എന്നും ഇളയവളുടെ പേർ റാഹേൽ എന്നും. ലാബാന് 2 പെൺമക്കളാണ് ഉണ്ടായിരുന്നത്, ലയയും റാഹേലും. അവരുടെ പ്രത്യേകത എന്തെന്നും അടുത്ത തിരുവചനത്തിൽ നമുക്ക് വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. ലയയുടെ കണ്ണുകൾ മങ്ങിയവയായിരുന്നു. റാഹേലാകട്ടെ സുന്ദരിയും വടിവൊത്തവളുമായിരുന്നു. ഇവിടെ ലയയെ കുറിച്ചും റാഹേലിനെ കുറിച്ചും കർത്താവിന്റെ വചനം നമുക്ക് പറഞ്ഞു തരികയാണ്.
ലയയുടെ കണ്ണുകൾ മങ്ങിയതായിരുന്നു. എന്നാൽ റാഹേലാകട്ടെ വളരെ സുന്ദരിയായിരുന്നു, വടിവൊത്തവളായിരുന്നു. ഇപ്രകാരം യാക്കോബ് റാഹേലിനെ ഇഷ്ടപ്പെടുകയാണ്. തന്റെ കൂലിയായി, തന്റെ ജോലിക്കുള്ള പ്രതിഫലമായി ലാബാനോട് തന്റെ ഇളയ മകളായ റാഹേലിനെ യാക്കോബ് ചോദിക്കുകയാണ്. ലാബാൻ ഒരു തടസ്സവും കൂടാതെ അതിന് സമ്മതിക്കുന്നുമുണ്ട്. എന്നാൽ തുടർന്ന് ഒരു ചതിയുടെ കഥയാണ് നമുക്ക് കാണുവാനായി സാധിക്കുക. 7 വർഷക്കാലം യാക്കോബ് തനിക്ക് ഇഷ്ടപ്പെട്ടവളായ റാഹേലിനു വേണ്ടി ലാബാന്റെ കീഴിൽ കഠിനമായി അധ്വാനിച്ചു. 7 വർഷങ്ങൾ പൂർത്തിയായപ്പോൾ ലാബാൻ നാട്ടിലുള്ളവരെ എല്ലാം വിളിച്ച് വിവാഹം നടത്തി കൊടുത്തു. എന്നാൽ കൊടുത്തത് തൻ്റെ മൂത്ത മകളായ ലയയായിരുന്നു. ഇതറിഞ്ഞ്, ആ ചതി അറിഞ്ഞ യാക്കോബ് വീണ്ടും 7 വർഷക്കാലം തനിക്കിഷ്ടപ്പെട്ടവളായ റാഹേലിനു വേണ്ടി പണിയെടുക്കുകയാണ്, അധ്വാനിക്കുകയാണ്. അപ്രകാരം യാക്കോബിന്റെ ഭാര്യമാരായി ലാബാന്റെ 2 പുത്രിമാരും മാറുകയാണ്. നമ്മൾ ഇവിടെ ചിന്തിക്കാൻ പോകുന്നത് ഇതിലെ ലയയെ കുറിച്ചാണ്. എൻ്റെ സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. വേണ്ടാത്തവളായി, ആർക്കും വേണ്ടാത്തവളായി സ്വയം മാറിപ്പോകുന്ന ഒരു ലയയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൻ തൻ്റെ ഭർത്താവാകുന്ന വ്യക്തിയെ കബളിപ്പിച്ച് തന്നെ അവന് ഭാര്യയായി കൊടുക്കുകയാണ്. സ്വയം യാതൊരു വിലയും അവൾക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല. അവളുടെ ആ ഒരു അവസ്ഥ വളരെ അവഗണിക്കപ്പെട്ട, തഴയപ്പെട്ട, തിരസ്കരിക്കപ്പെട്ട ഒരവസ്ഥയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കുടുംബജീവിതത്തിൽ ഒരു ഭാര്യ എന്ന നിലയിൽ അവൾക്ക് യാതൊരു സന്തോഷവും കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഭർത്താവിന് അവളെ ഇഷ്ടമല്ലെന്ന്, അല്ലെങ്കിൽ അവളെക്കാൾ ഒത്തിരി അധികമായി തൻ്റെ സഹോദരിയെയാണ് ഭർത്താവിന് ഇഷ്ടമെന്ന് ലയയ്ക്ക് കൃത്യമായി അറിയാം. തൻ്റെ ഭർത്താവിനെ കബളിപ്പിച്ചുകൊണ്ടാണ് താൻ അവന് ഭാര്യയായി തീർന്നിരിക്കുന്നതെന്നും ലയയ്ക്ക് കൃത്യമായി അറിയാം. എല്ലാവരാലും അവഗണിക്കപ്പെട്ട, കുടുംബത്തിൽ സ്വന്തം ഭർത്താവിനാൽ വരെ അവഗണിക്കപ്പെട്ട ഒരു ജീവിതമാണ് ലയ നമ്മുടെ മുൻപിൽ കാണിച്ചു തരുന്നത്. തുടർന്ന് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ 29-ാം അധ്യായം അതിൽ 30-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് കർത്താവിന്റെ വചനം കൃത്യമായി എഴുതി വെച്ചിരിക്കുകയാണ്. അവൻ ലയയേക്കാൾ കൂടുതൽ, യാക്കോബ് ലയയേക്കാൾ കൂടുതൽ റാഹേലിനെ സ്നേഹിച്ചു. റാഹേലിനെ സ്നേഹിച്ചു. ഇവിടെ ലയയെ സ്നേഹിച്ചില്ല, അല്ലെങ്കിൽ അവളെ കരുതുന്നില്ല എന്നൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. ലയയേക്കാൾ കൂടുതലായി റാഹേലിനെ സ്നേഹിക്കുകയാണ്. ഈ ഒരു അവഗണന, ഒരു ഭാര്യ എന്ന നിലയിൽ നമുക്കറിയാം അവഗണിക്കപ്പെടുമ്പോഴുള്ള ആ ഒരു വേദന എന്താണെന്ന്. തന്നെക്കാൾ കൂടുതലായി തൻ്റെ സഹോദരിയെ സ്നേഹിക്കുന്നു. സഹോദരിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു കൊടുത്താലും ആ ഒരു അവഗണനയുടെ ഭാരവും പേറി ലയ തൻ്റെ ജീവിതം ഇങ്ങനെ മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. എന്നാൽ ഇവിടെ ഈ അവഗണനയെ കാണുന്ന ഒരുവനുണ്ടായിരുന്നു. ഈ അവഗണിക്കപ്പെട്ട ലയയെ പരിപൂർണമായും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരുവനുണ്ടായിരുന്നു. നമുക്ക് 29-ാം അധ്യായം അതിൽ 31-ാം തിരുവാക്യത്തിലേക്ക് കടന്നു വരാം. ലയ അവഗണിക്കപ്പെടുന്നതായി കർത്താവ് കണ്ടു. ഇവിടെ ലയ അവഗണിക്കപ്പെടുന്നതായി കർത്താവ് കാണുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അവഗണനയുടെ വിഷമങ്ങൾ പേറുന്നവരാണ് നാം എല്ലാവരും. തുടർന്ന് തിരുവചനം പറയുകയാണ്, അവിടുന്ന് അവൾക്ക് ഗർഭധാരണ ശക്തി നൽകി. റാഹേലാകട്ടെ വന്ധ്യയായിരുന്നു. നമ്മൾ എത്രമാത്രം അവഗണനയുടെ വിഷമം ഉള്ളവരാണെങ്കിലും, തിരസ്കരിക്കപ്പെട്ട് ഒറ്റപ്പെട്ട് കഴിയുന്നവരാണെങ്കിലും, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇതെല്ലാം കാണുന്ന ഒരു കർത്താവ്, ഇതെല്ലാം അറിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് എന്നതാണ് ലയയുടെ ജീവിതത്തിലൂടെ ഇന്ന് കർത്താവ് നമ്മ ഓരോരുത്തരോടും പറയുന്നത്. നമ്മുടെ വിഷമങ്ങളിൽ, നമ്മുടെ ആ ഒരു സങ്കടപ്പെട്ട ഒറ്റപ്പെട്ട അനുഭവത്തിൽ അതെല്ലാം അറിഞ്ഞ് നമ്മോട് ചേർന്ന് നിൽക്കുന്ന കർത്താവിനെയാ ഇന്ന് തിരുവചനം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. സങ്കീർത്തനങ്ങൾ 34-ാം അധ്യായം 18-ാം തിരുവാക്യത്തിൽ കർത്താവ് നമുക്കൊരു വാഗ്ദാനം തരുന്നുണ്ട്. തിരുവചനം പറയുകയാണ്, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഇതല്ലേ എൻ്റെ പ്രിയ സഹോദരങ്ങളെ ലയയുടെ ജീവിതത്തിലൂടെ കർത്താവ് നമുക്ക് കാണിച്ചു തരുന്നത്.
ഹൃദയം നുറുങ്ങി ഒറ്റപ്പെട്ട് മനമുരുകി അവൾ ഇരുന്നപ്പോൾ ലയയുടെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വരികയാണ്. കർത്താവ് അവൾക്ക് ആശ്വാസം നൽകുകയാണ്. കർത്താവ് തൻ്റെ സാമീപ്യം കൊണ്ട്, തൻ്റെ അത്ഭുത പ്രവർത്തികൾ കൊണ്ട് ലയയുടെ ജീവിതത്തിന് ആശ്വാസം നൽകുകയാണ്. കർത്താവ് എന്തിനാ ലയയുടെ ജീവിതം ഈ പുസ്തകത്തിൽ, പരിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്? നമ്മൾ പല പ്രാവശ്യം കേട്ടതാണ്. നമുക്ക് ഒരു പാഠമാകാനായി ഇതെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവ് മനുഷ്യനായി അവതരിച്ച് ഈ ഭൂമിയിൽ വന്നപ്പോൾ അവഗണനയുടെ ആ ഒരു ഭാരം, ആ ഒരു വിഷമം എന്താണെന്ന് കർത്താവ് അറിഞ്ഞതാണ്. നമ്മുടേതായ എല്ലാം, മനുഷ്യന് വരാവുന്ന എല്ലാ വേദനകളും കർത്താവ് ഏറ്റെടുത്തിരുന്നു എന്ന തിരുവചനം പറയുന്നത്. നമുക്ക് വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 1-ാമത്തെ പുസ്തകം, അവിടെ 2-ാമത്തെ അധ്യായത്തിൽ 4-ാം തിരുവാക്യം ഒന്ന് ശ്രദ്ധിക്കാം. അതിനാൽ സജീവ ശിലയായ അവനെ നമുക്ക് സമീപിക്കാം. സജീവ ശിലയായ നമ്മുടെ കർത്താവിനെ നമുക്ക് സമീപിക്കാം. മനുഷ്യർ തിരസ്കരിച്ചതും ദൈവം തിരഞ്ഞെടുത്തതുമായ അമൂല്യ ശിലയാണ് അവൻ. അമൂല്യ ശിലയാണ് അവൻ. മനുഷ്യർ തിരസ്കരിച്ച അമൂല്യ ശില. തിരസ്കരണത്തിന്റെ വേദന എന്താണെന്ന്, അവഗണനയുടെ വേദന എന്താണെന്ന് മനുഷ്യപുത്രനായി വന്ന നമ്മുടെ കർത്താവിന് അറിയാം. പ്രിയ സഹോദരങ്ങളെ, ആ വേദനയെ കർത്താവ് ഒരിക്കലും കാണാതെ പോവുകയില്ല. ഹൃദയം നുറുങ്ങിയിരിക്കുമ്പോൾ ആ വേദന എന്താണെന്ന് അറിഞ്ഞവനാ നമ്മുടെ കർത്താവ്. വീണ്ടും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇതേ കാര്യം തന്നെ സുവിശേഷകൻ നമ്മോട് പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 11-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവൻ സ്വജനത്തിന്റെ അടുത്തേക്ക് വന്നു. എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല. സർവ പ്രതാപവും പ്രൗഢിയും എല്ലാം ഉപേക്ഷിച്ച്, തന്റെ ദൈവത്വം ഉപേക്ഷിച്ചിട്ട് കർത്താവ് ഇങ്ങ് സ്വജനത്തിന്റെ അടുത്തേക്ക് വന്നപ്പോൾ അവർ അവനെ സ്വീകരിച്ചില്ല. ആ അവഗണനയുടെ, തിരസ്കരണത്തിന്റെ ആ ഒരു അനുഭവം അത് നമ്മുടെ കർത്താവിന് വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് വരുമ്പോൾ നമ്മൾ നമ്മുടെ കർത്താവിനോട് ചേർന്ന് നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. ലയയുടെ ജീവിതത്തിൽ ആ തിരസ്കരണം വന്നപ്പോൾ അവൾ കർത്താവിനോട് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. കർത്താവിനോട് തൻ്റെ വിഷമങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ലയ അവഗണിക്കപ്പെടുന്നതായി കർത്താവ് കണ്ടു എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. നാം ഓരോരുത്തരുടെയും വേദനകൾ, നമ്മുടെ അവഗണിക്കപ്പെടുന്ന ആ ഒരു അനുഭവങ്ങൾ, അതെല്ലാം കർത്താവ് കാണുന്നുണ്ട്, കർത്താവ് പ്രവർത്തിക്കുന്നുമുണ്ട്. അത് നാം ഓരോരുത്തരും തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ സ്നേഹത്തിൽ നമുക്ക് കൂടുതലായിട്ട് ആഴപ്പെടാം. ഈ ലയയുടെ ഇതേ അനുഭവത്തിൽ കടന്നുപോയ മറ്റൊരു വ്യക്തിയെ നമ്മൾ പഠിച്ചതാണ്. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന സാമുവേൽ പ്രവാചകന്റെ അമ്മയായ ഹന്നയും ഇതുപോലെ വലിയൊരു വിഷമത്തിലായിരുന്നു. 1 സാമുവേൽ 1-ാം അധ്യായം 2-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഏൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഹന്നായും പെനീനായും. പെനീനായ്ക്ക് മക്കളുണ്ടായിരുന്നു. ഹന്നയ്ക്കാകട്ടെ മക്കളില്ലായിരുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, ആ ഹന്നയുടെ വിഷമം എന്തായിരുന്നിരിക്കും? സമൂഹത്തിൽ മക്കളില്ലാതെ, തൻ്റെ ഭർത്താവിന് കുഞ്ഞുങ്ങളെ നൽകാൻ സാധിക്കാതെ ആ ഒരു തിരസ്കരണത്തിന്റെ ആ ഒരു അനുഭവത്തിലൂടെ ഹന്ന കടന്നു പോവുകയാണ്. തുടർന്ന് 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ തിരുവചനം പറയുകയാണ്, വന്ധ്യത നിമിത്തം അവളുടെ സപത്നി പെനീന അവളെ വേദനിപ്പിച്ചിരുന്നു. അവഗണനയുടെയും തിരസ്കരണത്തിന്റെയും അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഹന്നയെയാണ് തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നത്. തുടർന്ന് 7-ാം വാക്യത്തിൽ പറയുകയാണ്, ആണ്ടുതോറും കർത്താവിന്റെ ഭവനത്തിലേക്ക് പോയിരുന്നപ്പോഴൊക്കെ അവൾ ഹന്നായെ പ്രകോപിപ്പിച്ചിരുന്നു. അതിനാൽ ഹന്ന കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തു. വലിയ വിഷമത്തിലായിരിക്കുന്ന ഹന്നയെ തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നത്. എന്നാൽ ആ അവഗണനയുടെയും ഒറ്റപ്പെടുത്തലിന്റെയും പരിഹാസത്തിന്റെയും ഇടയിൽ ഹന്ന ഒരു കാര്യം ചെയ്തു. നമുക്ക് 10-ാം വാക്യത്തിലേക്ക് ഒന്ന് കടന്നു വരാം.
അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. എന്റെ പ്രിയ സഹോദരങ്ങളെ, ലയ അവഗണിക്കപ്പെടുന്നതായി കർത്താവ് കണ്ടു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഹന്നയുടെ പ്രാർത്ഥനയും കർത്താവ് കേൾക്കുകയാണ്. ഹന്നയുടെ വേദനയും കർത്താവ് കാണുകയാണ്. കർത്താവ് അവിടെ പ്രവർത്തിക്കുകയാണ്. അവൾക്ക് സാമുവേൽ എന്ന മിടുക്കനായ അഭിഷിക്തനായ ഒരു കുഞ്ഞിനെ നൽകി കർത്താവ് അനുഗ്രഹിക്കുകയാണ്. ആ വിഷമത്തിലായിരുന്ന, കരഞ്ഞ് ഭക്ഷണം കഴിക്കാതിരുന്ന ഹന്ന 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഉറക്കെ പ്രഘോഷിക്കുകയാണ്. ഹന്ന ഇങ്ങനെ പ്രാർത്ഥിച്ചു, എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു, എന്റെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, അവഗണനയും തിരസ്കരണവും കുറ്റപ്പെടുത്തലും മൂലം തല താഴ്ന്നിരുന്ന ഹന്ന, കരഞ്ഞ് ഭക്ഷണം കഴിക്കാതിരുന്ന ഹന്ന, കർത്താവ് ഇടപെട്ട് കഴിഞ്ഞപ്പോൾ, കർത്താവ് അവൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ തല ഉയർത്തി കർത്താവിൽ ആനന്ദിച്ച് മുന്നേറുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു അനുഭവം പ്രിയ സഹോദരങ്ങളെ നാം ഓരോരുത്തർക്കും ഉള്ളതാണ്. അതിനായിട്ടാണ് കർത്താവ് ഇതെല്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഹന്നായ്ക്കും ലയയ്ക്കും ഒക്കെ വന്ന ആ ഒരു അനുഭവം കർത്താവ് നമ്മ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അഭിഷേകമായി മാറ്റുകയാണ്. അതിനായിട്ട് കർത്താവ് ഈ ജീവിത കഥകളെല്ലാം ഇന്ന് നമുക്ക് പകർന്നു തന്നത്. ഈ ഒരു കൃപ നമുക്ക് ഓരോരുത്തർക്കും കർത്താവിൽ നിന്ന് സ്വീകരിക്കാം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നാം ഓരോരുത്തരുടെയും വിശുദ്ധരായ ഓരോ ജീവിതങ്ങളെ നോക്കിയാൽ നമുക്ക് കാണാനായി സാധിക്കും. ആരും എല്ലാവരാലും പുകഴ്ത്തപ്പെട്ട് ഇഷ്ടപ്പെട്ട് മുന്നോട്ട് വന്നവരല്ല. അവഗണനയുടെയും തിരസ്കരണത്തിൻ്റെയും കുറ്റപ്പെടുത്തലിൻ്റെയും ഒറ്റപ്പെടുത്തലിൻ്റെയും എല്ലാം അനുഭവത്തിലൂടെ എല്ലാ വിശുദ്ധാത്മാക്കളും കടന്നു പോയിട്ടുണ്ട്. നമുക്കൊക്കെ പരിചിതനാണ് ജോസഫ് കുപ്പർത്തീനോ എന്ന ആ ഒരു വിശുദ്ധനെ. എല്ലാവരാലും അവഗണിക്കപ്പെട്ടവനായിരുന്നു. പഠിത്തത്തിൽ വളരെ മോശമായിരുന്നു. കൂട്ടുകാരാരുമില്ല. ബന്ധുജനങ്ങളെല്ലാം ഒറ്റപ്പെടുത്തിയ, ആകെ സമൂഹത്തിൽ തഴയപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു ജോസഫ് കുപ്പർത്തീനോയുടേത്. അവന്റെ സ്വന്തം അമ്മ വരെയും അവനെ ഉൾക്കൊള്ളുവാൻ തക്കവിധം അത്ര ഉയർന്ന ഒരു ചിന്താഗതിക്കാരി ആയിരുന്നില്ല. അമ്മയാൽ പോലും തഴയപ്പെട്ട ഒരു ജീവിതം. എന്നാൽ സങ്കീർത്തകനായ ദാവീദ് 27-ാം അധ്യായം അവിടെ 10-ാം തിരുവാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും. ഈ ഒരു വചനം ജോസഫ് കുപ്പർത്തീനോ വിശ്വസിച്ചിരുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, സാധ്യതകൾ ഒന്നും അവൻ അനുകൂലമായിരുന്നില്ല. അവൻ ഒരു വൈദികനാകാൻ ആഗ്രഹിച്ചു. സെമിനാരിയിൽ അവൻ തഴയപ്പെട്ടു. അവന്റെ പഠനത്തിലെ ആ ഒരു പോരായ്മ മൂലം പല ആവർത്തി സെമിനാരിയിൽ നിന്ന് അവൻ പുറത്താക്കപ്പെട്ടു. പക്ഷേ കർത്താവ് എന്നെ കൈക്കൊള്ളും എന്ന് അവൻ വിശ്വസിച്ചിരുന്നു. ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ജോസഫ് കുപ്പർത്തീനോ ആകാശ യാത്രക്കാരുടെ മധ്യസ്ഥനാണ്, പൈലറ്റുമാരുടെ മധ്യസ്ഥനാണ്. എന്തുകൊണ്ടാണ്? അവന്റെ ആ ഒരു പ്രാർത്ഥനയുടെ വേളയിൽ കർത്താവിൽ ലയിച്ച് അവൻ സ്വയം ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുമായിരുന്നു. അങ്ങനെ വിദ്യാവിഹീനനായിരുന്ന, എല്ലാവരും തഴയപ്പെട്ട ജോസഫ് കുപ്പർത്തീനോ വിദ്യാർത്ഥികളുടെയും വിമാനയാത്രക്കാരുടെയും പൈലറ്റുമാരുടെയും ഒക്കെ മധ്യസ്ഥനായി മാറുകയാണ്. അപ്പനും അമ്മയും വരെ ഉപേക്ഷിച്ചാലും കൈക്കൊള്ളുന്ന കർത്താവിൽ അവൻ ദൃഷ്ടി ഉറപ്പിച്ചിരുന്നു. ഇത് തന്നെയാണ് ജോൺ മരിയ വിയാനി പുണ്യാളന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. നമുക്കൊക്കെ അറിയാം എത്രമാത്രം തഴയപ്പെട്ട ഒരു ജീവിതമായിരുന്നു അതെന്ന്. വിദ്യാഭ്യാസപരമായി യാതൊരു യോഗ്യതയും ഇല്ലായിരുന്നു. പഠിച്ചു മുന്നേറാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. അതിനാൽ തന്നെ ഏറ്റവും പുറകോട്ടായിരുന്ന, ഏറ്റവും പിൻപന്തിയിലായിരുന്ന ആഴ്സ് എന്ന ഇടവകയിലേക്ക് അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യുകയാണ്. 4 തവണയോളം ആഴ്സിൽ നിന്ന് ഒരു പിന്മാറ്റത്തോടെ അദ്ദേഹം പുറത്തു പോയി എന്നാണ് സഭാചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. എന്നാൽ എത്രമാത്രം പ്രതിസന്ധികൾ വന്നപ്പോഴും ഒരാള് പോലും തനിക്ക് തുണയായിട്ടില്ലാതിരുന്ന അവസ്ഥയിലും വിയാനി പുണ്യാളൻ കർത്താവിൽ ഉറച്ചു വിശ്വസിച്ചിരുന്നു. തന്നെ കാണുന്ന, തനിക്ക് നിയോഗം തന്ന കർത്താവിൽ അദ്ദേഹം മുറുകെ പിടിച്ചിരുന്നു. അവഗണനയുടെയും തിരസ്കരണത്തിന്റെയും ഏറ്റവും അങ്ങേയറ്റത്തെത്തിയപ്പോഴും അദ്ദേഹം കർത്താവിനെ വിട്ടുപോയില്ല. അങ്ങനെ ഇന്ന് വൈദികരുടെ മധ്യസ്ഥനായി വിശുദ്ധ ജോൺ മരിയ വിയാനി മാറുകയാണ്. അവഗണനകളെയും അവഹേളനങ്ങളെയും ഒക്കെ ദൂരെ എറിഞ്ഞ് മുന്നേറി വന്നവരാണ് ഈ പുണ്യാത്മാക്കളെല്ലാവരും. എങ്ങനെയാണ് അവർക്ക് അതിന് സാധിച്ചത്?
അവർക്ക് ഉറപ്പായിരുന്നു, ആരൊക്കെ തങ്ങളെ ഉപേക്ഷിച്ചാലും ഒറ്റപ്പെടുത്തിയാലും തള്ളിപ്പറഞ്ഞാലും തങ്ങളുടെ കർത്താവ് തങ്ങളുടെ ഒപ്പമുണ്ടെന്ന്. സങ്കീർത്തകനായ ദാവീദ് പറഞ്ഞ വാക്യം നമ്മൾ ഒന്ന് വായിച്ചതാണ്. ഒരിക്കൽ കൂടി ആ തിരുവചനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 34-ാം അധ്യായം 18-ാം തിരുവാക്യം. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ പഠിച്ച ഓരോരുത്തരും ഹൃദയം നുറുങ്ങിയവരായിരുന്നു, മനമുരുകിയവരായിരുന്നു. അവരെ എല്ലാം കർത്താവ് സമീപസ്ഥനായി നിന്നുകൊണ്ട് അവരെ രക്ഷിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നാം ഓരോരുത്തരും ആയിരിക്കുന്ന അവസ്ഥയെ കർത്താവിന് നമുക്ക് സമർപ്പിക്കാം. അവഗണനയുടെയും ആ ഒരു ഒറ്റപ്പെടുത്തലിന്റെയും എല്ലാം വിഷമങ്ങളിലുള്ളവരാണ് നാം ഓരോരുത്തരും. നമുക്ക് കർത്താവ് സമീപസ്ഥനാണെന്ന കർത്താവ് നമുക്കിന്ന് തെളിയിച്ചു തന്നത്. ആ ഒരു വിശ്വാസം, ആ ഒരു വാഗ്ദാനം, അത് നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ആ ഒരു ഉറപ്പോടെ മുന്നോട്ട് പോകാനായി നമുക്ക് സാധിക്കട്ടെ. ആ ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്നിടത്തിരുന്ന് നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ആ ഒരു ഉറപ്പോടെ കർത്താവിനെ നന്ദി പറഞ്ഞുകൊണ്ട് നാം ആയിരിക്കുന്നിടത്തിരുന്ന് നമ്മുടെ രാജാവിനെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ വാഗ്ദാനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. സാഗരങ്ങളെ ശാന്തമാക്കിയോൻ ശക്തനായവൻ കൂടെയുണ്ട്. സാഗരങ്ങളെ ശാന്തമാക്കിയോൻ ശക്തനായവൻ കൂടെയുണ്ട്. എന്നും എൻ്റെ കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. എന്നും എൻ്റെ കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വരുമ്പോഴും, അവഗണിക്കപ്പെടുമ്പോഴും, തിരസ്കരിക്കപ്പെടുമ്പോഴും ഒന്നും ഞങ്ങൾ ഭയപ്പെടുകയില്ല. കാരണം ഞങ്ങളുടെ കർത്താവ് കൂടെയുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളെ കാണുന്ന, ഞങ്ങളെ അറിയുന്ന ഞങ്ങളുടെ കർത്താവ് കൂടെയുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൽ ഒരു നാളും സംഭ്രമിക്കില്ല, കർത്താവാണെന്റെ ദൈവം. ആമേൻ, ആമേൻ. ജീവിതത്തിൽ ഒരു നാളും സംഭ്രമിക്കില്ല, കർത്താവാണെന്റെ ദൈവം. ഹല്ലേലൂയ. അവൻ എന്നെ സഹായിക്കും, ശക്തനാക്കും, ബലം കയ്യാൽ താങ്ങി നിർത്തും. വിശ്വസിക്കുന്നു കർത്താവേ. അവൻ എന്നെ സഹായിക്കും, ശക്തനാക്കും, ബലം കയ്യാൽ താങ്ങി നിർത്തും. ഹല്ലേലൂയ. എന്നും എൻ്റെ കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. എന്നും എൻ്റെ കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. എന്നും എൻ്റെ കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഞങ്ങൾ നന്ദി പറയുകയാണ്. ഏതവസ്ഥയിലും ഞങ്ങളോട് കൂടെയുള്ള കർത്താവേ, ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ലയയുടെ അവഗണന കർത്താവ് കണ്ടു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലെ അവഗണനകളും വിഷമങ്ങളും എല്ലാം കർത്താവ് കാണുന്നുണ്ട്. ആ ഒരു ഉറപ്പോടെ, ആ ഒരു ഉറപ്പ് നമുക്ക് നൽകുന്ന ആ ഒരു ധൈര്യത്തോടെ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാം. പരസ്പരം നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിയോഗങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കുക. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടി, ഷെക്കേന ന്യൂസിന് വേണ്ടി എല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കുക. നമുക്ക് ഒരുമിച്ച് കർത്താവിനോട് ചേർന്നുള്ള നമ്മുടെ യാത്രയിൽ മുന്നോട്ട് പോകാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla.shekina@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള
680652